ഇന്ന് നമ്മൾ കുക്കർ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് കാണാം. ആദ്യം കുക്കറിൽ നമ്മൾ ബീഫ് വെച്ചിട്ടുണ്ട്. കഴുകി വെച്ചിട്ടുള്ള ബീഫ് ആണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മളതിൽ ഒഴിക്കുകയാണ്. ഇത് 1/2 കിലോൻ്റെ അടുത്തുള്ള ബീഫാണ്. അപ്പോൾ അത്ര നമ്മൾ വെള്ളം അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിന് കൂടുതൽ ബീഫ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരു 6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നന്നാക്കാം. 6 വിസിലിന് ശേഷം ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെന്തോ എന്ന് നമ്മളൊന്നുകൂടി നോക്കിയതിന് ശേഷം നമ്മൾ ആ വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ബിരിയാണി, അതുപോലെ തന്നെ നെയ്ച്ചോറ് എന്നിവയ്ക്കൊക്കെ നമുക്കിത് ചേർക്കാവുന്നതാണ്. ഈ കുക്കറിൽ തന്നെയാണ് നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കുക്കർ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയോ ഓയിലോ ഏതെങ്കിലും ഒന്ന് നമ്മളതിൽ ചേർത്ത് നന്നായി ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചതച്ച് അതിലിടണം. ആ ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കണം. നന്നായി കരിഞ്ഞു പോകണ്ട, കാരണം നമ്മൾ കുക്കറിൽ തന്നെയാണ് വയ്ക്കുന്നത് കൊണ്ട് നമ്മൾ പിന്നെയും ഒരു വിസിൽ ബീഫ് ഇട്ടതിന് ശേഷം നമ്മൾ ഇനിയൊരു വിസിലും കൂടി കൊടുക്കും. അതുകൊണ്ട് അതിൽ കിടന്നിട്ടാവും. ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചതച്ചതാണ് നമ്മളിതിൽ ഇട്ടിട്ടുള്ളത്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം കാശ്മീരി മുളക് പൊടി 1 സ്പൂണാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ആയാലും മതി. നമ്മൾ വേറെ കളറുകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണിന് ഇടേണ്ട മഞ്ഞൾപ്പൊടി 1/4 ഗരം മസാലയും 1/4 സ്പൂണ്, അതുപോലെ തന്നെ ഉപ്പ് ഇതിന് വേണ്ടത്ര അങ്ങനെയാണ് ഇടുന്നത്. അതിനുശേഷം നമ്മൾ വേപ്പിൻ്റെ ഇല ഇടാം. മല്ലിത്തലയും പൊതിയിലും ചേർക്കുന്നവർക്ക് അവസാനം ചേർത്താലും മതി. എന്നിട്ട് നമ്മൾ ഇത് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇതിൽ ചേർക്കുകയാണ്. ആ ചേർത്തതിന് ശേഷം നമ്മളൊരു വിസിൽ ഇതിലടിക്കുകയാണ്. ആ വിസിൽ കൊടുത്തതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീഫ് എങ്ങനെയാണ് ഉണ്ടാവണേന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യരുത്. അതുകൊണ്ട് കുറച്ച് ഓയിലാണോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണോ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുകയെങ്കിൽ അത് കുറച്ച് കൂടുതൽ ഒഴിക്കണം. കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അതിൽ കിടന്ന് തന്നെയാണ് ബീഫ് വേവുന്നത്. അപ്പോൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിക്കണം. അതിനുശേഷം നമ്മൾ ഒരു വിസിൽ കൊടുക്കുകയാണ്. ആ കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കാം, എങ്ങനെയാണ് വെന്തുണ്ടോ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. കാരണം ആദ്യം വേവിച്ച ബീഫാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ.